ദേശീയതയ്ക്കൊപ്പം നിലകൊണ്ട ജനം ടിവിയുടെ 10 വർഷങ്ങൾ. ആ യാത്രയിൽ ജനത്തിനോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുണ്ട് അങ്ങ് പാലക്കാട്ട്. ജനം ടിവിയുടെ കട്ട ഫാനെ പരിചയപ്പെടാം. ഒപ്പം അല്പം രസകരമായ വിശേഷങ്ങൾ. കേന്ദ്രങ്ങളിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇസ്രായേൽ നഗരങ്ങളിലേക്കുള്ള ഇറാന്റെ മിസൈൽ ആക്രമണവും തുടരുകയാണ്. എത്ര കാലമായി ഏട്ടന് ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയിട്ട്? 35 വർഷമായി ഓട്ടോറിക്ഷ ഓടിക്കാൻ തുടങ്ങിയിട്ട്. ഇതിപ്പോ പുതിയ വണ്ടിയാ? ഇത് 8 മാസം മുന്നേ എടുത്തതാ. അല്ല, ഞാൻ പറയാൻ മറന്നുപോയി. ഞാനിപ്പോ കയറിപ്പോയ ഓട്ടോ ഉണ്ടല്ലോ, അത് എന്റെ നാട്ടില്, അതായത് ഈ പാലക്കാട്, കൂറ്റനാട്, പെരിങ്ങോട്, തൊഴൂക്കാട് ഭാഗത്തുള്ള ഒരു ചേട്ടന്റെ ഓട്ടോ ആണ്. അപ്പൊ ഞാൻ നാട്ടിൽ വരുമ്പോ ഒക്കെ എന്റെ നാട്ടുകാർ പറയും ഇവിടെ ഒരു ജനത്തിന് വലിയൊരു ഫാൻ ഉണ്ട്, അദ്ദേഹത്തിന് ഒരു ഓട്ടോ ഉണ്ട്, അതിൽ നമ്മുടെ പേരുണ്ട് എന്നൊക്കെ. അപ്പൊ ആ ഓട്ടോ കാണാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഞങ്ങളുടെ നാട്ടിലെ സുബ്രഹ്മണ്യൻ ചേട്ടൻ. കേസരി സുബു എന്ന് പറഞ്ഞാലാണ് എല്ലാവരും ചേട്ടനെ അറിയുന്നത്. ഇതാണ് ചേട്ടന്റെ ഓട്ടോറിക്ഷ. ഇതിൽ നമുക്ക് കാണാം ജനത്തിന്റെ പേരുണ്ട്, കേസരിയുടെ പേരുണ്ട്. അപ്പൊ ചേട്ടൻ എത്ര വർഷമായി ഇപ്പോ ഈ പേരുകളൊക്കെ ഈ വണ്ടിയിൽ വന്നിട്ട്? ജനം ഓട്ടോ എന്നുള്ള പേര് ഒരു 2015 മുതൽ 16 മുതലൊക്കെ ആയിട്ടാണ് വന്നത്. നമ്മള് ജനം ടി വി എന്നോടുള്ള പ്രണയം കാരണം അത് ഓപ്പൺ ചെയ്തതാണ്. അതുവരെ ഞാനൊരു കേസരി എന്നുള്ള പേരില്, കേസരി വാരികയുടെ പേര് മോഷ്ടിച്ചത് തന്നെയാണ്. അപ്പോ കേസരി എന്നുള്ള പേരിൽ ഞാൻ 35 വർഷമായിട്ട് ഞാൻ ഓട്ടോ ജീവിതം നയിക്കുന്നു. അതിപ്പോഴും ഞാൻ നിലനിർത്തുന്നുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കിയ പ്ലേറ്റ് തന്നെയാണ്. ഞാൻ ഉണ്ടാക്കിയത് മെറ്റലിൽ ഉണ്ടാക്കിയ പ്ലേറ്റ് തന്നെയാണ്. ഓക്കെ. അപ്പൊ പ്രേക്ഷകർക്ക് ഇപ്പൊ തോന്നുന്നു ഇത് പുതിയ വണ്ടിയാണ്. അപ്പൊ ഇത് ചേട്ടന്റെ പുതിയ വണ്ടിയാണ്, 8 മാസം മുന്നേ എടുത്ത വണ്ടിയാണ്. അപ്പൊ ഇതില് നമ്മളിപ്പോ എഴുതിയതാണ്. പക്ഷെ ഇതിന് മുൻപ് ചേട്ടൻ ഉണ്ടായിരുന്ന ഓട്ടോയിലും ഈ ജനം ഓട്ടോ കേസരി ഉണ്ടായിരുന്നു. ജനം ഓട്ടോ ഉണ്ടായിരുന്നു. 9 വർഷമായിട്ട് 9 വർഷമായിട്ടുണ്ട്. എന്താണ് ജനത്തിനോട് അങ്ങനെ ഒരു സ്നേഹം തോന്നാനുള്ള? ജനത്തിനോട് പൊതുവെ സ്നേഹമുണ്ട്. ജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉൾക്കൊള്ളുന്ന. അതെ. പിന്നെ ജനം ടി വി വന്നു കഴിഞ്ഞ സമയത്ത് നമുക്ക് ഒരുപാട് സന്തോഷം തോന്നി. എന്താ വെച്ചാൽ നമ്മുടെ കാര്യം പറയാൻ ഒരു മീഡിയ നമുക്ക് വരുന്നു എന്നുള്ള ഒരു ഇതില്, എല്ലാം നുണകൾ പറയുന്ന ഒരു കാലഘട്ടത്തില് ജനത്തിന്റെ അവകാശങ്ങളും അതേമാതിരി വിഷമങ്ങളും വേദനകളും ഹിന്ദു ജനതയുടെ, എല്ലാ ജനതയുടെയും എന്നുള്ള പറയാൻ, ഹിന്ദു ജനതയുടെ എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഹിന്ദുജന എല്ലാവരും അവഗണിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഹിന്ദു ജനതയുടെ ശബരിമല മറ്റു വിഷയങ്ങളെല്ലാം വന്നപ്പോ പ്രത്യേക പ്രണയം തോന്നി ജനം ടി വി. അതിനെ ഞാൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് എന്റെ വണ്ടിക്കും കൂടി ഞാനത് കേട്ട്. ഇപ്പൊ എന്നെ പരിഹസിച്ചിട്ട് ഇതേമാതിരി ജനം ടി വി എന്ന് പറയാറുണ്ട് ആൾക്കാര്. ഞാൻ അഭിമാനമുള്ളൂ, ജനമല്ലേ. ജനം വിളിക്കുന്ന ജനം ടി വി നിങ്ങളെ വിളിച്ചോ, ഞാൻ ജനം ഓട്ടോ ആണ് ഓടിക്കുന്നത്, ടി വി എനിക്ക് ഓടിക്കാൻ പറ്റില്ല, അത്രയും ഞാൻ പറയാറുണ്ട്. അപ്പൊ നമ്മളോട് വാദിച്ച് ജയിക്കുന്ന ആൾക്കാർ പലരും പറയുമ്പോഴും നമ്മൾ വാദിച്ചിട്ട് ജയിക്കാറുണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും ജനത്തിന്റെ പ്രേക്ഷകനാണോന്ന് ചോദ്യം ഇവിടെ അപ്രസക്തമാണ്. പക്ഷെ തീർച്ചയായിട്ടും ഏത് പരിപാടിയാണ് ജനത്തിൽ ഏറ്റവും ഇഷ്ടം? ജനത്തിലെ ശരിക്കും പറയാ പറഞ്ഞു കഴിഞ്ഞാൽ ജനത്തിലെ എല്ലാ പരിപാടിയും ഇഷ്ടം തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ചും ന്യൂസ് ചാനൽ എന്നുള്ള നിലയിൽ നമ്മൾ കാണുന്നത് ന്യൂസ് തന്നെയാണ്, പ്രൈം ടൈം തന്നെയാണ് കാണുന്നത്. പ്രൈം ടൈം മറ്റുള്ളവര് നമ്മളെല്ലാവരും അടച്ചാക്ഷേപിക്കുന്ന സമയത്ത് നമ്മളെല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുത്തിട്ടാണ് ജനം ടി വിയുടെ ആങ്കർമാര് ചർച്ച നയിക്കുന്നത്. നമ്പ്യാർ സാറ്, അതിനു മുന്നുണ്ടായിരുന്ന ലക്ഷ്മി മാഡം, അവരൊക്കെ പരിപാടികൾ ചെയ്യുമ്പോൾ നമ്മൾ നല്ലതിൽ കേട്ടിരിക്കാനും കണ്ടിരിക്കാനും നമുക്കത് തർക്കിക്കാനും എല്ലാം ഇതുള്ള ഒരു വിഭവം തന്നെയായിരുന്നു ജനം പ്രൈം ടൈം ഒക്കെ. ഇപ്പൊ ഈ ജനം ടി വി എന്നുള്ള പേര് ആദ്യമായിട്ട് ഓട്ടോയിൽ എഴുതിയതിനു ശേഷം വീട്ടിലേക്ക് വരുമ്പോ എന്താണ് വീട്ടിലുള്ളവരൊക്കെ എങ്ങനെയാണ് അതിനോട് റിയാക്ട് ചെയ്തത്? എന്താ അവര്, ഭാര്യയും അമ്മയും ഒക്കെ എന്താണ്, മക്കളൊക്കെ എന്താണ് പറഞ്ഞത്? അത് അന്ന് പറഞ്ഞു, ജനം ടി വി കാണണമായിരുന്നു, ജനം ടി വിയുടെ പേരെന്നെ മോഷ്ടിച്ചല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ അപ്പൊ ഞാൻ പറഞ്ഞു ജനം ഓട്ടോ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്, ജനം ടി വി അല്ല. അത് പൊതുവെ ജനങ്ങൾ പറയണമാതിരി തന്നെ, പൊതുവെ നമ്മളെ വിരോധികൾ പറയണമാതിരി തന്നെ അവരും ആദ്യം ജനം ടി വി എന്നുള്ള അതിലേക്ക് തന്നെ വരുള്ളൂ. ജനം അത്ര ഫേമസ് ആണ്. ജനം ടി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേമസ് ആണ്. അപ്പൊ ജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ജനം ടി വി ആണ്, അല്ലാതെ പൊതുജനല്ല. പൊതുജനം എന്നുള്ള ആ ഒരു ഇത് പോയി ജനം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ജനം ടി വി. അപ്പൊ ഞാൻ അഭിമാനം കൊള്ളുന്നു. ജനം ഓട്ടോ എന്നുള്ള പേരിട്ടപ്പോ എന്നെ ആ ഒരു ഇതിൽ പരിചയപ്പെടുമ്പോ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഓട്ടോ കൊണ്ട് നിരത്തുകളിലേക്ക് പോകുമ്പോ ആദ്യമായിട്ട് ഇപ്പൊ കൂട്ടുകാരൊക്കെ ഓട്ടോ സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരിക്കും, അവരുടെ ഇടയിലേക്കൊക്കെ ചെന്നപ്പോ എന്താണ് അവർ പറയുന്നത്? ഇതിൽ ഉണ്ടായ ഒരു പോസിറ്റീവ് വശം എന്തായിരിക്കും? പോസിറ്റീവ് വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് വശങ്ങളാണ് കൂടുതൽ. പോസിറ്റീവ് വശങ്ങളല്ലല്ലോ. നമ്മളെന്താ വെച്ചാൽ ഒരു കേസരി എന്ന് പേരായിട്ടോ അല്ലച്ചാൽ ഭാരതമാത എന്നുള്ള പേരായിട്ടോ ഒക്കെ നമ്മൾ അവതരിപ്പിക്കുന്ന സമയത്ത് നമുക്ക് നെഗറ്റീവ് ആയിരിക്കും നാട്ടിൽ നിന്ന് കിട്ടുന്നത്. നമ്മളെപ്പോലുള്ള ആൾക്കാർ കാലം മാറി. ഇപ്പൊ വളരെ നല്ല അഭിപ്രായമാണ്. എന്താ വെച്ചാൽ ജനം എന്ന് പറയുക, കേസരി എന്നൊക്കെ പറയുമ്പോൾ വളരെ ആരാധകരുള്ള
ഒരു തന്നെ. അതുകൊണ്ടാണ് ഞാൻ എന്റെ ഫേസ്ബുക്ക് പോലും കേസരി എന്നുള്ള ഒരു കേസരി സുബ്ബു എന്നാക്കി. സുബ്രഹ്മണ്യം എന്നുള്ള പേര് ഞാൻ ഉപയോഗിക്കാതെ ഞാൻ കേസരി സുബ്ബു എന്നുള്ള ഒരു ഐഡിയയിലാണ് ഞാനിപ്പോ അറിയപ്പെടുന്നത്. പലരും എന്നെ അങ്ങനെ തന്നെ വിളിക്കുന്നത്. കേസരി എന്ന് വിളിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 30-35 വർഷമായിട്ട് എന്നെ കേസരി തന്നെ വിളിക്കുള്ളൂ. ഞങ്ങൾക്കും ഒരുപാട് സന്തോഷം. കാരണം ജനൻ ടിവിയുടെ 10ാം പിറന്നാളാണ്. അപ്പൊ ആ സമയത്ത് 9 വർഷങ്ങളായി ഞങ്ങളെ ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരാളുണ്ട് എന്ന് അറിയുമ്പോൾ ഒരു സന്തോഷം. ഞാനത് കുറെ മുന്നേ ആലോചിച്ചതാണ്. എന്താ വെച്ചാൽ എന്നെ പലരും അപവാദങ്ങൾ പറയുന്ന സമയത്ത് ജനൻ ടി വി എന്റെ മുന്നിൽ എന്ന് വരും എന്നുള്ളത് എനിക്കൊരു കുറച്ച് വൈകിപ്പോയി ചേട്ടനെ കുറിച്ച് അറിയാന്നുള്ളതാണ്. എന്തായാലും ഇതിലും ഒപ്പം തന്നെ സാമൂഹിക പ്രവർത്തനങ്ങളിലൊക്കെ വളരെ സജീവമായിട്ടുള്ള ഒരാളാണ്. അതെ, ഞാൻ പാർട്ടി പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആളാണ്. അതേമാതിരി സേവാഭാരതി പ്രവർത്തനങ്ങൾ ഒക്കെ ആകർഷമായ ആളാണ്. അതുകൊണ്ട് നമ്മളെയും സഹായിക്കാൻ ആളുണ്ട്. ആ ഒരു വിങ്ങില് നല്ലത് പറയാനും അതുപോലെ ചീത്ത പറയാനും ആൾക്കാരുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. എന്താ വെച്ചാൽ അങ്ങനെ നല്ലത് ചെയ്യുന്ന ആൾക്കാർ സുരേഷ് ഗോപി സാറിനടക്കം നമ്മൾ കണ്ടതാണ്. ഇനി നമുക്ക് ഈ കേസരി ബോർഡ് എനിക്ക് തോന്നുന്നു ജനത്തിനേക്കാൾ പണ്ട് മുതലേ ഈ വണ്ടിക്കൊപ്പമുള്ളതാണ് കേസരി. ഇത് സ്വന്തമായി എഴുതിയതാണ്, സ്വന്തമായി ഉണ്ടാക്കിയതാണ്, മോൾഡ് ചെയ്തതാണിത്. അപ്പൊ ഭാര്യയുടെ അച്ഛനാണ് ഇത് ഈ വർക്ക് എന്റെ അച്ഛനും ഇവിടെ ഓട്ടുപാത്രപ്പണികളാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അലുമിനിയത്തിലൊന്നും മാർപ്പുണ്ടായിരുന്നില്ല. ഇത് അലുമിനിയത്തിലുള്ള മോൾഡിംഗ് ആണ്. അപ്പോ എന്റെ ഭാര്യയുടെ അച്ഛൻ ഇതൊരു കല്ലട, ബസ്, അതേമാതിരി ബാറ് അങ്ങനെയുള്ള പ്രമുഖ സ്ഥാപനങ്ങളിലേക്ക് വക്കീലുമാരുടെ വണ്ടികൾക്ക് നമ്പർ, പിച്ചളയിൽ പിച്ചളയിലും അലുമിനിയത്തിലും തീർത്ത നമ്പറുകൾ ഒക്കെ തീർക്കാറുണ്ടായിരുന്നു. അത് കണ്ടുപിടിച്ചിട്ട് അതേമാതിരി ഞാൻ ജസ്റ്റ് കോപ്പി അടിച്ചത് തന്നെയാണ്. എല്ലാം കോപ്പിയാണ്. പണി എനിക്കറിയാം. അച്ഛൻ എനിക്ക് പഠിപ്പിച്ചെന്ന പണിയുണ്ട്. പക്ഷെ ഞാനത് അധികം ചെയ്തിട്ടില്ല. ഞാൻ ബോംബെയിലും ഹൈദരാബാദിലുമായിട്ട് 2 കൊല്ലം കഴിഞ്ഞായിരുന്നു. അതിനുശേഷം മടങ്ങി വന്നിട്ട് ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയതാണ്. 90-ൽ തുടങ്ങിയതാണ് ഓട്ടോ ജീവിതം. 35 വർഷമായി. ഇപ്പൊ ഈ ജനത്തിന്റെ ലോഗോ ഒക്കെ എടുത്തിട്ട് ഇത് പ്രിന്റ് ചെയ്യണ സ്ഥലത്തേക്ക് പോയപ്പോ അവരൊന്നും പറഞ്ഞില്ലേ? അവര് പറഞ്ഞായിരുന്നു ഇങ്ങനെ ലോഗോ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞായിരുന്നു. സെയിം അടിച്ചാൽ മതി, അത് കുഴപ്പമില്ല, അത് ഞാൻ നോക്കിക്കൊണ്ട്. അത് ജനൻ ടിവിയുടെ ഒരു സ്വന്തം ആള് എന്നുള്ള നിലയിൽ എനിക്ക് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. പ്രസ്സായിട്ട് ആരും കരുതില്ല. ജനത്തിന്റെ ഒരു ഓട്ടോറിക്ഷ, ഒരു ആരാധകൻ എന്ന് മാത്രമേ വിചാരിക്കുള്ളൂ. അത് ഞാനത് അവര് എന്നെ സമീപിക്കുമ്പോൾ ഞാനത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അടിച്ചോളൂ, അതേമാതിരി അടിച്ചോളൂ. പക്ഷെ ഇതിൽ ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇതിന് മുന്നത്തെ വണ്ടിയിൽ വളരെ കറക്റ്റ് ആയിരുന്നു. ഇതിൽ കുറച്ച് വ്യത്യാസങ്ങൾ വ്യത്യാസം വന്നു, ലെറ്ററിൽ വ്യത്യാസം വന്നു. നമ്മുടെ ലോഗോ ഇപ്പൊ മാറുകയും ചെയ്തു, പുതിയ ലോഗോ ആണ്. പിന്നെ ജനം ടിവിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകൻ എന്ന നിലയിലുള്ള ചോദ്യങ്ങളാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ആങ്കർ ആരായിരിക്കും ജനം ടിവിയിലെ ഇപ്പൊ നിലവിലുള്ളതില്? ഇപ്പൊ നിലവിലുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ആങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടും നമ്പ്യാർ സാർ തന്നെയാണ്. അനിലേട്ടനാണ്. എന്താണ് അനിലേട്ടനോട് ഇത്രയും സ്നേഹം? നമ്പ്യാർ സാർ ചെയ്യുമ്പോ എന്തോ നമുക്കതൊരു ജീവൻ ഉള്ള പ്രോഗ്രാമായിട്ട് തോന്നുന്നുണ്ട്. വളരെ രസമായിട്ടുള്ള ഒരു മുഖഭാവവും എല്ലാം കാണിച്ചിട്ട്, അതേമാതിരി ആരോടും ഈ വിദ്വേഷമില്ലാതെയാണ് ആള് സംസാരിക്കാറ്. എന്താ വെച്ചാൽ എതിർ പാർട്ടിക്കാർ വരുന്ന സമയത്തും അതേമാതിരി സ്വന്തം പാർട്ടിക്കാർ വരുന്ന സമയത്തും എല്ലാം ഒരേപോലെ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രോഗ്രാമായിട്ടാണ് തോന്നാറ്. മറ്റു പാർട്ടിക്കാരിൽ അലറി വിളിക്കുന്ന പ്രകൃതി ഇല്ല. വളരെ ശാന്തമായിട്ടുള്ള രൂപത്തിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും കേൾക്കാനുള്ള സഹിഷ്ണുത എല്ലാം കാണിക്കുന്നുണ്ട്. അതുപോലെ അത് ഒരുവിധം പൊതുവെ എല്ലാ ജനൻ ടിവിയുടെ ഈ ആങ്കർമാർക്കും ഉണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ശ്യാംബാബു കോറത്തൊക്കെ ആവുന്ന സമയത്ത് വളരെ ഇതായിരുന്നു, വളരെ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോഴും ഉണ്ട്. പ്രദീപ് സാറൊക്കെ ഭയങ്കര ബ്രില്യന്റ് ആണ്. പിന്നെ ഇപ്പൊ ലക്ഷ്മി മാഡം പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ, എന്താ വെച്ചാൽ ഭയങ്കര കൗതുകത്തോട് കൂടിയിട്ട് ന്യൂസ് കാണണ്ടായിരുന്നു ലക്ഷ്മി മാഡം ഉള്ള സമയത്തൊക്കെ. അതേമാതിരി തന്നെയാണ് ന്യൂസ് വായിക്കലും. അത് പ്രത്യേക ശൈലിയായിരുന്നു. ഒരു ന്യൂസ് ആങ്കർ മാതിരിയല്ല, ഒരു വീട്ടിലെ ഒരു സംസാരം മാതിരി തന്നെ ഒരു ആങ്കറിങ് കൊണ്ടുപോകുന്ന ഒരു ഇതായിരുന്നു. ഇപ്പൊ പ്രത്യേകിച്ച് നീലിമ മാഡം, ശരിക്കും കൈരളിയിൽ നിന്ന് വന്ന നീലിമ മാഡം വളരെ ഇതായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് മറ്റുള്ളവരെ വെട്ടിലാക്കുന്ന ചോദ്യങ്ങളും എല്ലാം ചോദിച്ചിട്ട് വളരെ രസമായിട്ട് തോന്നി. ബാക്കി എല്ലാവരും മെച്ചാണ് കേട്ടോ. ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെച്ചാൽ എല്ലാ പുലികളെയും അതെ എല്ലാം നല്ലതായിട്ട് തോന്നുന്നു, നന്നായിട്ട് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെ തന്നെയാണ് സുബ്രിച്ചേട്ടന്റെ വിശേഷങ്ങള്. നമ്മളിപ്പോ ഉള്ളത് സുബ്രിച്ചേട്ടന്റെ വീട്ടിലാണ്. അപ്പൊ നമുക്ക് ഫാമിലിയും കൂടി ഒന്ന് പരിചയപ്പെട്ടാലോ? ഫാമിലിയെ പരിചയപ്പെടാം. ഇതെന്റെ അമ്മയാണ്. 87 വയസ്സായി. അച്ഛനില്ല, അച്ഛൻ മരിച്ചിട്ട് 11 വർഷമായി. പിന്നെ ഇത് ഭാര്യയാണ്. പിന്നെ 3 പെൺകുട്ടികളാണ്. ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞു. അത് അയൽവാസികളാണ്. കൂട്ടുകാരന്റെ മക്കളാണ്. 2 കൂട്ടുകാരന്മാരുടെ മക്കളാണ്. ഇതാണ് സുബ്രിച്ചേട്ടന്റെ കുടുംബം. ചേച്ചിക്ക് ആരെയാണ് ജനൻ ടിവിയിൽ ഏറ്റവും ഇഷ്ടം? എല്ലാരും ഇഷ്ടമാണ്. കാണാതിരിക്കും, വാർത്തകളൊക്കെ കാണും. ഈ ചേട്ടൻ ഈ ഓട്ടോയിൽ ഈ പേര് എഴുതി വന്നത് കണ്ടപ്പോ എന്താ തോന്നി? നല്ല അഭിപ്രായം തോന്നി. ആണോ? ചേച്ചിയോട് പറഞ്ഞിട്ടാണോ പോയിട്ട് എഴുതിട്ട് വന്നത്, അതോ എഴുതി വന്നപ്പോഴാണോ ആദ്യമായിട്ട് കാണണേ? എഴുതി വന്നപ്പോഴാണ് കാണണേ. കണ്ടതിൽ ഒരുപാട് സന്തോഷം.
ഇനി തിരുവനന്തപുരത്തേക്ക് വരുമ്പോ ഓഫീസിലേക്ക് വരിക. അപ്പൊ എല്ലാവരും നേരിട്ട് കാണാം, ജനം ടിവിയുടെ സംവിധാനങ്ങളൊക്കെ കാണാം. ഓക്കെ, അപ്പൊ നന്ദി. 10 വയസ്സ് ആഘോഷിക്കുന്ന ജനം ടിവിക്ക് പ്രത്യേക ആശംസകൾ നേരുന്നു. താങ്ക് യു.